ഹൈ ഗേസ് വെൽക്കം ബാക്ക്. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് നമ്മളൊരു പ്രോഫിറ്റബിൾ ട്രേഡർ ആയതിനു ശേഷം എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ആൻഡ് ഞാൻ ഒരു പ്രോഫിറ്റബിൾ ആയതിനു ശേഷം എന്തൊക്കെ മിസ്റ്റേക്കുകളാണ് ചെയ്തത് എന്ന് ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ്. ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളും ഞാൻ ചെയ്ത മിസ്റ്റേക്കുകളാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു പ്രോഫിറ്റബിൾ ആണ് എന്ന് പറയുന്നത് നമുക്കിപ്പോൾ ഒരു ലാസ്റ്റ് 6 മന്ത് ആയിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് പ്രോഫിറ്റ് എടുക്കുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ പറയാം ഒരു പ്രോഫിറ്റബിൾ ട്രേഡർ ആയെന്നുള്ളത്, അല്ലെ? എബോവ് 6 മന്ത് കൺസിസ്റ്റൻ്റ് ആയിട്ട് പ്രോഫിറ്റ് എടുക്കുന്ന സമയത്ത് അപ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഫസ്റ്റ് തിങ് നമ്മുടെ മൈൻഡിൽ വരേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് ട്രേഡ് ചെയ്തു. അതിപ്പോൾ നിങ്ങൾ ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ് ആയിക്കോട്ടെ, ഇൻട്രാഡേ ഇക്വിറ്റി ആയിക്കോട്ടെ, സ്വിംഗ് ട്രേഡിംഗ് ആയിക്കോട്ടെ, എന്താണോ നിങ്ങൾ അതിൽ നിന്ന് ഇൻകമാണ് ജനറേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ആ ഒരു ഇൻകത്തിൽ നിങ്ങൾ എന്താണ് ടാക്സ് അടക്കണം, റൈറ്റ്? അപ്പോൾ നമുക്ക് ഫസ്റ്റ് കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ടാക്സ് പ്ലാനിങ് ഉണ്ടായിരിക്കണം. സോ എത്ര പെർസെൻറ്റേജ് ആണ് ടാക്സ്, നമ്മൾ ഏത് ടാക്സ് സ്ലാബിൽ വരുന്നു, ആൻഡ് സ്വിംഗ് ട്രേഡിങ്ങിലാണെങ്കിൽ എങ്ങനെയാണ് ടാക്സ് വരുന്നത്, ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ് ആണെങ്കിൽ എങ്ങനെയാണ് ടാക്സ് വരുന്നത്, ഈ കാര്യങ്ങളൊക്കെ ഒരു കറക്റ്റായിട്ടുള്ളൊരു നോളജ് ഉണ്ടായിരിക്കണം. ഓക്കെ, ആൻഡ് ഓൾസോ നമ്മൾ പ്രോഫിറ്റ് എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ പ്രോഫിറ്റ് നമ്മൾ ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് അനാവശ്യമായിട്ട് സ്പെൻഡ് ചെയ്യാതിരിക്കുക. ഞാൻ ചെയ്ത സ്റ്റാർട്ടിങ്ങിൽ ചെയ്തൊരു മിസ്റ്റേക്ക് കൂടിയാണ്. നമ്മൾ ഒരുപാട് സ്പെൻഡ് ചെയ്യാതിരിക്കുക. കാരണം നമ്മൾ അതിൽ നിന്ന് എന്താണ് ടാക്സ് ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മൾ ഒരുപാട് സ്പെൻഡ് ചെയ്ത സമയത്തും പിന്നെ അവസാനം ടാക്സ് അടക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് വരും. ഓക്കെ, അപ്പോൾ കറക്റ്റായിട്ട് ടാക്സ് പ്ലാനിങ് ഉണ്ടായിരിക്കണം, ഒരു ടാക്സ് സ്ട്രാറ്റജി നമുക്ക് ഉണ്ടായിരിക്കണം. അപ്പോൾ അത് പല രീതിയിൽ നമുക്ക് ടാക്സ് ചെയ്യാം. അപ്പോൾ ഒരു ഒരു പ്രൊഫഷണലിനെ ഒരു CA അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ ബെറ്ററാണ്. അപ്പോൾ ഒരു പേഴ്സണൽ CA നിങ്ങൾക്ക് വേണമെങ്കിൽ ഹയർ ചെയ്യാം. അതാണ് നിങ്ങൾ ഫസ്റ്റ് തിങ്ക് ചെയ്യേണ്ട കാര്യം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻ്റർനെറ്റിൽ തന്നെ ഒരുപാട് നോളജ് ഉണ്ട്. മാക്സിമം നിങ്ങൾ ടാക്സ് എങ്ങനെയാണ് പേ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കാം. ഓക്കെ, ഇതാണ് ഫസ്റ്റ് കാര്യം എന്ന് പറഞ്ഞിട്ടുള്ളത്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇമോഷണൽ ഡിസിപ്ലിൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഇമോഷണൽ ഡിസിപ്ലിൻ. നമ്മൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടൊക്കെ ആയിരിക്കും നമ്മൾ പ്രോഫിറ്റബിൾ ആവുന്നത്, അല്ലേ? ഒരുപാട് ഈ വർഷത്തെ ഹാർഡ് വർക്കും ഡിസിപ്ലിനും കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ പ്രോഫിറ്റബിൾ ആകുന്നത്. പ്രോഫിറ്റബിൾ ആയിക്കഴിഞ്ഞ് നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് പ്രോഫിറ്റ് എടുക്കുന്ന സമയത്ത് നമുക്കൊരു കാര്യം വരാനുള്ള സാധ്യതയുണ്ട്, ഓവർ കോൺഫിഡൻറ്റ്, റൈറ്റ്? അത് എനിക്ക് വന്നിട്ടുണ്ട് പേഴ്സണലി. പ്രോഫിറ്റ് എടുത്തു കഴിഞ്ഞ് അല്ലെങ്കിൽ പ്രോഫിറ്റ് ആയി കഴിഞ്ഞൊരു 6 മന്ത് 8 മന്ത് കഴിയുമ്പോൾ എനിക്കൊരു ഓവർ കോൺഫിഡൻറ്റ് വന്നു. ഏത് സിറ്റുവേഷനിൽ എനിക്ക് ക്യാഷ് ഉണ്ടാക്കാം എന്നുള്ളതും, എൻ്റെ കയ്യിൽ ചെറിയ എമൗണ്ട് ഉണ്ടെങ്കിൽ എനിക്ക് നല്ല രീതിയിൽ പ്രോഫിറ്റ് എടുക്കുക എന്നുള്ളൊരു ഓവർ കോൺഫിഡൻറ്റ് വരും. ഓക്കെ, അത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ നമ്മളെപ്പോഴും നമ്മുടെ മൈൻഡിനെ ഒരു ബാലൻസ്ഡ് ആയിട്ട് ഇരിക്കുക, ആൻഡ് നമ്മുടെ ഇമോഷൻസിനെ എപ്പോഴും ഡിസിപ്ലിൻ ആയിട്ട് ഇരിക്കുക. ഓക്കെ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അത്. ഇപ്പം എനിക്ക് ആ ഒരു സമയത്ത് ഒരു ഓവർ കോൺഫിഡൻറ്റ് ഉണ്ടായിരുന്നു, ആൻഡ് അതുകൊണ്ട് തന്നെ എനിക്കൊരു ചെറിയ ഡ്രോ ഡൗൺ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു ആ ഒരു സമയത്ത്. ഓക്കെ, അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഇത്ര കാര്യമുള്ളൂ. നമ്മൾ പ്രോഫിറ്റബിൾ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ഡയറിയിലോ കാര്യങ്ങളൊക്കെ ഈ ഒരു കാര്യം നോട്ട് ചെയ്ത് വെച്ചിരിക്കുക. നമ്മളെപ്പോഴും അല്ലെങ്കിൽ എല്ലാ ദിവസവും അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും അത് വായിച്ചിരിക്കുക എന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഓവർ കോൺഫിഡൻറ്റ് നമ്മൾ ഒഴിവാക്കുക, ഓവർ കോൺഫിഡൻറ്റ് ഒഴിവാക്കുക. അതിനുവേണ്ടി നമ്മളെപ്പോഴും നമ്മുടെ മൈൻഡിനെ ഒന്ന് കൺട്രോൾ അല്ലെങ്കിൽ ഒരു ബാലൻസ്ഡ് ആയിട്ട് നമ്മൾ കീപ്പ് ചെയ്യാം. ഓക്കെ, ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ മൂന്നാമത്തെ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റിസ്ക് മാനേജ്മെൻറ്റ്. ഓക്കെ, ഈ ഒരു കാര്യം ഞാൻ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്ന ഒരു കാര്യമാണ് റിസ്ക് മാനേജ്മെൻറ്റ്. ഓക്കെ, കാരണം എനിക്ക് ഒരുപാട് ട്രേഡേഴ്സിനെയൊക്കെ പരിചയമുണ്ട്. അപ്പം അവർ പറഞ്ഞൊരു കാര്യമാണ്, ഈവൻ പല രീതിയിൽ അവർക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതായത് എമൗണ്ട് അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ ലോസ് വന്നിട്ടുണ്ട്. അതും അവരുടേതല്ലാത്ത കാര്യങ്ങളുമുണ്ട്. ചിലപ്പം ബ്രോക്കേഴ്സിൻ്റെ ഗ്ലിച്ചസ് കൊണ്ടായിരിക്കാം, ടെക്നിക്കൽ ഗ്ലിച്ചസ് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഓപ്ഷൻ സ്പൈക്കുകളൊക്കെ വന്ന സമയത്ത് ലോസുകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് കഷ്ടപ്പെട്ട് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്ത് വർഷങ്ങൾ കൊണ്ടുണ്ടാക്കിയ എമൗണ്ടാണ്. അപ്പോൾ അത് ഒരു ദിവസം കൊണ്ട് ഒരിക്കലും നഷ്ടപ്പെടുത്തി കളയരുത്. അതായത് നമ്മുടെ മിസ്റ്റേക്ക് അല്ലാതെ ഒരിക്കലും നഷ്ടപ്പെടുത്തി കളയരുത്. അതുകൊണ്ട് തന്നെ ഒരു പ്രോപ്പർ ആയിട്ടുള്ളൊരു റിസ്ക് മാനേജ്മെൻറ്റ് സിസ്റ്റം നമ്മൾക്ക് ഉണ്ടായിരിക്കണം. ഓക്കെ, ഇപ്പം ഞാൻ ഓപ്ഷൻ ബൈയിങ് ചെയ്യുന്ന ഒരാളാണ്. അപ്പം എൻ്റെ ഓവറോൾ ക്യാപിറ്റലിൻ്റെ ചെറിയൊരു പെർസെൻറ്റേജ് മാത്രമേ ഞാനിതിൽ യൂസ് ചെയ്യുന്നുള്ളൂ, റൈറ്റ്? ഇപ്പം നിലവിൽ ഞാൻ വളരെ ചെറിയൊരു പെർസെൻറ്റേജ് മാത്രമേ ഞാൻ ഓപ്ഷൻ ബൈയിങ്ങിന്, ഓപ്ഷൻ ട്രേഡിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നുള്ളൂ. അതിലും ഞാൻ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്ന കാര്യമാണ്. ഞാൻ കഴിഞ്ഞ 3-4 വർഷങ്ങളായിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്ന ഒരു കാര്യമാണ് റിസ്ക് മാനേജ്മെൻറ്റ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങളും അത് ശ്രദ്ധിക്കുക. നിങ്ങൾ പെട്ടെന്ന് തന്നെ നിങ്ങൾ ഓവർ കോൺഫിഡൻറ്റ് കൂടി നമ്മൾ റിസ്ക് കൂട്ടി സ്കെയിലപ്പ് ചെയ്യാതിരിക്കുക. അവിടെ ഒരു കൺട്രോൾ നമുക്ക് ഉണ്ടായിരിക്കണം. ഇല്ലെങ്കിൽ നമ്മൾ പെട്ടെന്നൊരു നഷ്ടങ്ങൾ വരുന്ന സമയത്ത് നമുക്കത് മാനേജ് ചെയ്യാൻ പറ്റാതെ വരും. ഓക്കെ,
അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കുക. പിന്നെയുള്ളത് മൂന്നാമത്തെ കാര്യം ഞാൻ റീസെൻ്റ്ലി ഫോളോ ചെയ്യുന്ന ഒരു കാര്യമാണ് ഡൈവേഴ്സിഫിക്കേഷൻ. ഓക്കെ, സോ നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് അല്ലെങ്കിൽ ട്രേഡിങ്ങിൽ നിന്ന്, സ്വിംഗ് ട്രേഡിങ്ങിൽ നിന്ന് അല്ലെങ്കിൽ ഇക്വിറ്റി ട്രേഡിങ്ങിൽ, ഓപ്ഷൻ ട്രേഡിങ്ങിൽ നിന്ന് നമ്മൾ പ്രോഫിറ്റ് എടുത്തു. ആൻഡ് ആ ഒരു പ്രോഫിറ്റ് അതിൽ തന്നെ റീഇൻവെസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. അത് ഞാൻ സ്ട്രിക്ട്ലി ഫോളോ ചെയ്യുന്ന കാര്യമാണ്. അത് പേഴ്സണലായിരിക്കും, പല ആൾക്കാർക്കും പല രീതിയിലുള്ള പ്ലാനുകളായിരിക്കും. അപ്പം ഞാൻ ചെയ്യുന്നത് ഇപ്പം പ്രോഫിറ്റ് എടുക്കുവാണെങ്കിൽ ഞാൻ ഇപ്പം ഡൈവേഴ്സിഫിക്കേഷൻ ചെയ്യുന്നുണ്ട്, ഞാൻ സ്വിംഗ് ട്രേഡിങ് കൂടി ചെയ്യുന്നുണ്ട് അല്ലേ. സ്വിംഗ് ട്രേഡ് ഇപ്പം നിങ്ങൾ എൻ്റെ ടെലഗ്രാം ചാനലിൽ കഴിഞ്ഞ ഒരു വർഷമായിട്ട് നിങ്ങൾ നോക്കുവാണെങ്കിൽ ഞാൻ വളരെ ചെറിയ രീതിയിൽ സ്വിംഗ് ട്രേഡിങ് സ്റ്റാർട്ട് ചെയ്തത് നിങ്ങൾക്ക് കാണാം. ഞാൻ എടുക്കുന്ന സ്റ്റോക്കിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഞാൻ ലൈവായിട്ട് തന്നെ ഷെയർ ചെയ്യാറുണ്ട്, ഏതൊക്കെയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നുള്ളത്. അപ്പോൾ സ്വിംഗ് ട്രേഡിങ് ചെയ്യുന്നുണ്ട്. അപ്പം അതിലാണ് കുറച്ചുകൂടി ഫോക്കസ് ചെയ്യുന്നത്, ഐ മീൻ ഡൈവേഴ്സിഫിക്കേഷൻ ചെയ്യുന്ന സമയത്ത്. ദെൻ ആൽഗോ ബേസ്ഡ് ട്രേഡിങ്ങും ഞാൻ ചെയ്യുന്നുണ്ട്. ഇതിന് എക്സെട്രാ ചെറിയ ചെറിയ വേറെ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പ്രോഫിറ്റ് വരുന്ന സമയത്ത് നിങ്ങൾ ഇതുപോലെ ഡൈവേഴ്സിഫിക്കേഷൻ ചെയ്യുവാണെങ്കിൽ ബെറ്റർ ആയിരിക്കും. എല്ലാ ട്രേഡും അല്ലെങ്കിൽ നമ്മൾ കിട്ടിയ പ്രോഫിറ്റ് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷനിൽ തന്നെ റീഇൻവെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അതിൽ നിന്നൊരു പെർസെൻറ്റേജ് അല്ല, ഇപ്പം ഒരു 1 lakh കിട്ടുവാണെങ്കിൽ അതിനകത്ത് ഒരു 30,000 അല്ലെങ്കിൽ ഒരു 30% സ്വിംഗ് ട്രേഡിങ്ങിന് വേണ്ടി യൂസ് ചെയ്യാം. 30% നിങ്ങൾക്ക് വേറെ കാര്യങ്ങൾക്ക്, വേറെ ബിസിനസ്സിന് വേണ്ടി നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഓക്കെ, എല്ലാം 100 കിട്ടിയ പ്രോഫിറ്റ് മുഴുവൻ നമ്മൾ ചിലവെടുത്ത് കഴിഞ്ഞിട്ട് അതിൽ തന്നെ റീഇൻവെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, അത് കുറച്ചുകൂടി ബെറ്റർ പ്ലാനിങ് എന്ന രീതിയിൽ നിങ്ങൾ യൂസ് ചെയ്യുക. ഞാൻ യൂസ് ചെയ്യുന്ന കാര്യമാണ് പറഞ്ഞത്. ഞാൻ സ്വിംഗ് ട്രേഡിങ്ങും ആൽഗോ ട്രേഡിങ്ങും ഞാനിവിടെ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നെയുള്ളത് നമുക്ക് നാലാമത്തെ ഒരു കാര്യം പറയുകയാണെങ്കിൽ നമ്മുടെ ക്യാപിറ്റൽ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മുടെ ക്യാപിറ്റൽ ഇല്ലെങ്കിൽ നമുക്ക് ട്രേഡർ ഇല്ല അല്ലേ. ട്രേഡിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ക്യാപിറ്റൽ എന്നുള്ളത്. അപ്പോൾ ആ ഒരു ക്യാപിറ്റൽ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എപ്പോഴും ചെയ്യുക, റൈറ്റ്. സോ നമ്മളിപ്പം നമ്മൾ വളരെ ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് വരുന്നത് അല്ലേ. നമ്മൾ ചെറിയ ചെറിയ പ്രോഫിറ്റ് എടുത്ത് വലിയൊരു പ്രോഫിറ്റിലോട്ട് വന്നു, നമ്മുടെ ക്യാപിറ്റൽ അത്യാവശ്യം കൂട്ടി. പെട്ടെന്ന് തന്നെ ഒരു ലോസ് വരുവാണെങ്കിൽ നമ്മുടെ ക്യാപിറ്റൽ നല്ല രീതിയിൽ ഡ്രോ ഡൗൺ വരും. പിന്നെ അത് റിക്കവർ ചെയ്തെടുക്കുക എന്നുള്ളത് കുറച്ച് ടഫായിട്ടുള്ളൊരു കാര്യമാണ്. ആൻഡ് ഓൾസോ നമുക്ക് ഏജ് കൂടിയുണ്ട് അല്ലേ. നമ്മളിപ്പം യങ് ഏജിലൊക്കെ നമുക്ക് ഓക്കെയാണ്, റൈറ്റ്. നമുക്ക് അത്യാവശ്യം റിസ്ക് ഒക്കെ എടുക്കാം, കാരണം നമുക്ക് നമ്മുടെ എനർജിയും ഹെൽത്തൊക്കെ ബാക്കിയാണ്. ഇൻ കേസ് അതിൽ നിന്ന്, അതായത് സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് വരുമാനം ഇല്ലെങ്കിൽ പോലും നമുക്ക് വേറെ രീതിയിലൊക്കെ മുമ്പോട്ട് പോകാൻ വേണ്ടി പറ്റും. ഒരു യങ് ഏജിൽ വരുന്ന സമയത്ത് അല്ലേ, ഒരു 30 ഒക്കെ ഏജ് വരുന്ന സമയത്ത് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷേ നമുക്ക് കുറച്ചധികം ഏജ് വരുന്ന സമയത്ത് നമുക്കവിടെ വലിയ രീതിയിൽ റിസ്ക് ഒരിക്കലും എടുക്കാൻ വേണ്ടി പറ്റില്ല, കാരണം നമ്മുടെ മുൻപിൽ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാകും ആൻഡ് സമയം വളരെ കുറവായിരിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമ്മുടെ ക്യാപിറ്റൽ പ്രൊട്ടക്റ്റ് ചെയ്യുക, വലിയ റിസ്ക് ഒന്നും എടുക്കാതെ ക്യാപിറ്റൽ പ്രൊട്ടക്റ്റ് ചെയ്യുക. ആൻഡ് എപ്പോഴും ഒരു ബാക്കപ്പ് ക്യാപിറ്റൽ എന്ന രീതിയിൽ നിങ്ങൾക്ക് ബിൽഡപ്പ് ചെയ്ത് കൊണ്ടുവരാം. ഓക്കെ, ഒരിക്കലും സ്കെയിലപ്പ് ചെയ്യാതിരിക്കുക, വലിയ രീതിയിൽ സ്കെയിലപ്പ് ചെയ്യാതിരിക്കുക, ചെറിയ ചെറിയ രീതിയിൽ സ്കെയിലപ്പ് ചെയ്തിട്ട് മാത്രം മുൻപോട്ട് പോകുക എന്നുള്ളത്. ഓക്കെ, പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ശ്രദ്ധിക്കാതിരുന്ന ഒരു കാര്യമാണ്. ഓക്കെ, എൻ്റെ രീതിയിൽ ഞാൻ 2 മിസ്റ്റേക്കുകൾ ചെയ്തെന്ന് പറഞ്ഞു. ഒന്ന് ടാക്സ് പ്ലാനിങ്ങിൻ്റെയും പിന്നെ ഓവർ കോൺഫിഡൻറ്റും. ഇതെനിക്ക് വന്ന മിസ്റ്റേക്കുകളാണ്. ബാക്കി ഈ കാര്യങ്ങൾ ഞാൻ നല്ല രീതിയിൽ ഫോളോ ചെയ്യുന്നുണ്ട്. ആൻഡ് മൂന്നാമത്തെ ഒരു കാര്യം ചെയ്ത ഒരു മിസ്റ്റേക്ക് തന്നെയാണ് കണ്ടിന്യൂസ് ലേണിംഗ് എന്നുള്ളത്. ഞാൻ ഇനീഷ്യൽ സ്റ്റേജിൽ, അതായത് പ്രോഫിറ്റബിൾ ആയതിനു ശേഷം കുറച്ച് ദിവസങ്ങൾ ഞാൻ അങ്ങനെ വലിയ രീതിയിൽ ലേൺ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് കിട്ടിയ ആ ഒരു സിസ്റ്റം അല്ലെങ്കിൽ ആ ഒരു സ്ട്രാറ്റജി തന്നെ ഫിക്സ് ചെയ്ത് മുമ്പോട്ട് പോകുന്ന രീതിയിലാണ് ഞാൻ നിന്നിട്ടുണ്ടായിരുന്നത്. അതായത് പ്രത്യേകിച്ച് ഈവൻ ന്യൂസുകളോ അല്ലെങ്കിൽ ഇവൻറ്റുകളോ അങ്ങനെ ഞാൻ കണ്ടിന്യൂസ് ലേൺ ചെയ്യാൻ വേണ്ടി ഒന്നും ശ്രമിച്ചിട്ടില്ല. ബട്ട് റീസെൻ്റ്ലി ഒരു കഴിഞ്ഞ 2 വർഷമായിട്ട് നോക്കുവാണെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ ലേൺ ചെയ്യുന്നുണ്ട്. എൻ്റെ കയ്യിലുള്ള സ്ട്രാറ്റജികൾ എപ്പോഴും റിവ്യൂ ചെയ്യും, റൈറ്റ്. എപ്പോഴും റിവ്യൂ ചെയ്യും മീൻസ് ഞാൻ വീക്കിലിയോ അല്ലെങ്കിൽ ഡെയിലിയോ ഒരു 30 minutes ഒക്കെ ഞാൻ സ്പെൻഡ് ചെയ്യാറുണ്ട് ചാർട്ട് മുമ്പിൽ. അപ്പം അന്ന് നടന്ന കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെക്കും. ആൻഡ് റിവ്യൂ, ഇപ്പം ഏതൊക്കെ സിറ്റുവേഷനിലാണ് വർക്ക് ചെയ്തത്, ആൻഡ് ഏതൊക്കെ സിറ്റുവേഷനിലാണ് ഇപ്പം പ്രീമിയം മൂവ്മെൻറ്റ് ചെയ്യാതിരുന്നത്, പ്രീമിയത്തിൽ DK വന്നിരുന്നത്. ഇപ്പം നമ്മൾ ലാസ്റ്റ് വീക്കൊക്കെ നമ്മൾ നോക്കുവാണെങ്കിൽ അല്ലേ, ഇപ്പം ഓപ്ഷൻ ബൈയിങ് ചെയ്ത ആൾക്കാരെ സംബന്ധിച്ചിട്ട് അവർക്ക് മനസ്സിലാവും പ്രീമിയം ഒന്നും തീരെ മൂവ്മെൻറ്റ് ഉണ്ടായിരുന്നില്ല അല്ലേ. ഇംപ്ലൈഡ് വൊളാറ്റിലിറ്റിയൊക്കെ കാരണമായിരിക്കാം പ്രീമിയത്തിലൊന്നും മൂവ്മെൻറ്റ് ഉണ്ടായിരുന്നില്ല. ഈവൻ ഇൻഡെക്സ് മുകളിലോട്ട് പോയിട്ട് പോലും പ്രീമിയമൊക്കെ അവിടെ ഉണ്ട്, അത് നല്ല രീതിയിൽ DK ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മാർക്കറ്റിൻ്റെ ഡൈനാമിക്സ്, മാർക്കറ്റിൻ്റെ സെൻറ്റിമെൻറ്റൊക്കെ റീസെൻ്റ്ലി ചേഞ്ച് ചെയ്ത് വന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ലേൺ ചെയ്യുക, റിവ്യൂ ചെയ്യുക, എപ്പോഴും അപ്ഡേറ്റഡ് ആയിട്ടിരിക്കുക, സ്റ്റേ അപ്ഡേറ്റഡ്. ഇപ്പം റീസെൻ്റ്ലി ഇപ്പം നിഫ്റ്റി 50ലുള്ള 2 സ്റ്റോക്കുകൾ മാറിയിട്ടുണ്ട് അല്ലേ, പുതിയ 2 സ്റ്റോക്കുകൾ വന്നിട്ടുണ്ട്, റൈറ്റ്. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഓർത്തിരിക്കുക, അപ്ഡേറ്റ് ചെയ്തിരിക്കുക. മാർക്കറ്റിൽ എപ്പോഴും പുതിയ കാര്യങ്ങൾ വരുന്നുണ്ട്, അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ അപ്ഡേറ്റ് ചെയ്തിരിക്കുക, ന്യൂസുകളൊക്കെ നമ്മൾ ഓർത്തിരിക്കുക. ഓക്കെ, ദെൻ
ഫോറക്സ് ട്രേഡിംഗ് ഫോറക്സ് മീൻസ് ഗ്ലോബൽ മാർക്കറ്റ്, അതിലെങ്ങനെ ഡിപ്പെൻഡ് ചെയ്യുന്നു, എന്തൊക്കെ കാര്യങ്ങളാണ്, ആ കാര്യങ്ങളൊക്കെ നമ്മൾ എപ്പോഴും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ആൻഡ് ഞാൻ ഇത് ഷെയർ ചെയ്യുന്നത് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് മാത്രമാണ്. ഓക്കെ, ആൻഡ് നാലാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെപ്പോഴും ഹെൽത്തി ആയിട്ടിരിക്കുക എന്നുള്ളതാണ്. റൈറ്റ്, ഹെൽത്തി ആയിട്ടിരിക്കുക. ട്രേഡറിനെ സംബന്ധിച്ചിട്ട് ഏറ്റവും നമുക്ക് ആകെ ആക്ടിവിറ്റി ഉള്ളത് അല്ലേ, ഫിസിക്കൽ ആക്ടിവിറ്റി തീരെയില്ല, മെൻ്റൽ ആക്ടിവിറ്റീസ് മാത്രമേ ഉള്ളൂ ട്രേഡിങ്ങിൽ. അതുകൊണ്ട് തന്നെ നമ്മൾ ഫിസിക്കൽ ആക്ടിവിറ്റീസ് കൂടി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഹെൽത്തി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ളത്. ഒരു റെഗുലർ റൊട്ടീൻ എപ്പോഴും ഫോളോ ചെയ്യുക. ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല കഴിഞ്ഞ ഒരു 1.5 വർഷം മുൻപ് വരെ. റൈറ്റ്, ഞാനങ്ങനെ ഹെൽത്തിന് അങ്ങനെ വലിയ കോൺഷ്യസ് ആയിട്ടുണ്ടായിരുന്നില്ല. ശേഷം എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുകൾ വന്നു. എസ്പെഷ്യലി നമ്മൾ ഫുൾ ടൈം സ്ക്രീനിൻ്റെ മുമ്പിലാണ് നിൽക്കുന്നത്. പ്രത്യേകിച്ച് ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോഴാണ് കുറച്ചുകൂടി കോൺഷ്യസ് ആയതും ഞാനിപ്പം കുറച്ചുകൂടി ഹെൽത്തിന് ഇമ്പോർട്ടൻറ്റ് കൊടുത്തത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ബിഗിനിങ് സ്റ്റേജിൽ തന്നെ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. ആൻഡ് ഈ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങളൊരു പ്രോഫിറ്റബിൾ ട്രേഡർ ആയതിനു ശേഷം. ആൻഡ് എസ്പെഷ്യലി നിങ്ങൾക്ക് ടാക്സ് പ്ലാനിങ്ങും ഈ ഒരു ഓവർ കോൺഫിഡൻറ്റും കാര്യങ്ങളും ഒരിക്കലും വരാതിരിക്കുക. ആൻഡ് ഞാൻ ചെയ്തൊരു മിസ്റ്റേക്ക് കൂടിയാണത്, ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പം എന്തെങ്കിലും കാര്യങ്ങൾ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ പറയാവുന്നതാണ്. അല്ലേ, നമ്മുടെ വീഡിയോ കാണുന്ന ഒരുപാട് പ്രോഫിറ്റബിൾ ട്രേഡേഴ്സ് ഉണ്ട്. എന്നെ ഫോളോ ചെയ്യുന്ന, ഇപ്പോൾ ഞാൻ ഈ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 4 വർഷത്തോളം ആയിട്ടുണ്ട്. 4 വർഷം ആയിട്ട് ഫോളോ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ ഇവരെന്തെങ്കിലും കാര്യങ്ങൾ മിസ്റ്റേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾക്ക് പറയാവുന്നതാണ്. ഓക്കെ, പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. സൂപ്പർ, ബൈ, താങ്ക് യു.